ഇന്നലെ ഡൽഹിയിൽ സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിൽ നാം കേരളത്തിലെ മാധ്യമങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വലിയ രീതിയിൽ തന്നെ ഭീകരവാദികളെ വെള്ളപൂശുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും സജീവമായി തന്നെ ഉണ്ട്. പണ്ട് നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധിക്ഷേപിക്കാറുണ്ട്. അവർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരുടെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ക്യാപ്സ്യൂളുകളുമായി വരുമെന്ന്. ഇപ്പോൾ ഒരു വിഭാഗം ഈ ഭീകരവാദികൾക്ക് അനുകൂലമായി ക്യാപ്സ്യൂളുകളുമായി വരുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. പെഹൽഗാമിലും ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അന്ന് കൃത്യമായി തന്നെ ഉയർന്നതായിരുന്നു. ചില ജിഹാദി ഗ്രൂപ്പുകളും ഇടതുപക്ഷ ഗ്രൂപ്പുകളും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്, ഈ ആക്രമണം ഉണ്ടായി സെക്കൻഡുകൾക്കകം തന്നെ, മിനിറ്റുകൾക്കകം തന്നെ അവർ പ്രസ്താവനയുമായി വരും. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP സംഘപരിവാർ അനുകൂലികൾ ചെയ്യുന്നതാണെന്നാണ് ഇവരുടെ എല്ലാം പരാമർശങ്ങൾ. പക്ഷെ പിടിക്കപ്പെടുന്നത് പെഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മതം ചോദിച്ച് സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ കേസിൽ അന്ന് പിടിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയതെല്ലാം മുസ്ലിം തീവ്രവാദികളായിരുന്നു. ഇപ്പോൾ വീണ്ടും ഡൽഹിയിലും ഇത്തരം ഒരു ആക്രമണം ഉണ്ടായപ്പോൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള BJPയുടെ തന്ത്രമാണ് ആ സ്ഫോടനമെന്ന്. പക്ഷേ ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും പ്രതികൾ കൂടുതൽ പിടിക്കപ്പെടുകയാണ്, കൂടുതൽ വിവരങ്ങൾ വരികയാണ്. ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസം നേടിയ ഡോക്ടറായ ഉമർ മുഹമ്മദാണ് ആ ചാന്ദിനി ചൗക്കിലെ മാർക്കറ്റിന് സമീപം പൊട്ടിത്തെറിച്ച് ചാവേറായി. ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ടും മതം തിന്ന് ജീവിച്ച് മതത്തിന് വേണ്ടി ചാവേറായി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പൊട്ടിത്തെറിച്ച ആ സ്ഫോടനത്തിൽ ഇപ്പോൾ തന്നെ 12-ലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പലരുടെയും സ്ഥിതി ഗുരുതരമാണ്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സമൂഹ മാധ്യമങ്ങളും യൂട്യൂബിലെ സാറ്റലൈറ്റ് ചാനലുകളുടെ യൂട്യൂബുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കൃത്യമായി തന്നെ വെള്ളപൂശൽ നടക്കുകയാണ്. ഈ തീവ്രവാദികളെ വെള്ളപൂശി വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് കൃത്യമായി തന്നെ ബോധ്യമാകുന്നുണ്ട്, തങ്ങൾക്കിടയിലും ഇത്തരം ഭീകരവാദികൾ, അതോടൊപ്പം തന്നെ ജിഹാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അതിൽ ജാഗ്രത പാലിക്കണമെന്ന തോന്നൽ പെഹൽഗാമിന് പിന്നാലെ തന്നെ പല ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു അവസാന ഘട്ടം മാത്രമാണ്, അവസാനത്തെ ഉദാഹരണം മാത്രമാണ് നാം ഇപ്പോൾ കാണുന്ന ഇത്തരം പരാമർശങ്ങൾ. കേരളത്തെ പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ രീതിയിൽ ശ്രമം നടത്തുന്നു. കാരണം ഒക്ടോബർ കഴിഞ്ഞ 2022 ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ കടന്നുകയറി സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തി. 1200 പേരെയാണ് കൊലപ്പെടുത്തിയത്. 250 പേരെ ബന്ദികളായി പിടികൂടി. അപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ അത് കേരളത്തിൽ വലിയ വിജയാഘോഷമായിരുന്നു. ഇസ്രയേൽ തോറ്റതായും ഇസ്രയേലിനെ കീഴ്പ്പെടുത്തിയതായും വിജയം ആഘോഷിക്കുന്നത് നാം ആ അജണ്ട കണ്ടു. പിന്നീട് ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ഹമാസിന്റെ തീവ്രവാദികൾ പടമാകുമ്പോൾ ഇരവാദം ഉന്നയിച്ച് കേരളത്തിലെ ജിഹാദികൾ രംഗത്ത് വരുന്നത് കണ്ടു. സ്കൂളുകളിൽ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ, ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പാടില്ല, അവരുടെ നീക്കങ്ങൾ, അവരുടെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളുമൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അവരോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന ആഹ്വാനം ഉണ്ടാകുന്നു. അങ്ങനെ ഇസ്രയേലിനെതിരെ അവർ നിരന്തരം കേരളത്തിൽ ഒരു അജണ്ട സൃഷ്ടിച്ചു. പിന്നീട് നാം പല തവണ കണ്ടു. അത് കേരളത്തിൽ ഈ ഭീകരവാദികൾക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നത് ഇപ്പോൾ ഭീകര പ്രസ്ഥാനമായി കണ്ട് നിരോധിച്ച പോപ്പുലർ ഫണ്ടാണ്. അവരുമായി പണ്ട് ചേർന്ന് പ്രവർത്തിച്ചവരോ അവർക്ക് പിന്തുണ നൽകുന്നവരോ ആണ്. അത് ഏറ്റവും അവസാനം നാം കണ്ടത് ഹിജാബ് വിഷയത്തിലായിരുന്നു. കാരണം സമാധാനമായി പോകുന്ന ഒരു സ്കൂളിൽ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുക, അവിടെ ജനങ്ങളെ ഭയപ്പെടുത്തുക, അവരെ പേടിപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുക, അത് തന്നെയാണല്ലോ നാം ഡൽഹിയിൽ കണ്ടത്. ഡൽഹിയിലെ സാധാരണക്കാർക്കിടയിൽ കാർ ഓടിച്ചു കയറ്റുമ്പോൾ, അവിടെ പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെ ഭയപ്പെടുത്തുക, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇത് തന്നെയാണ് ഭീകരവാദികളുടെ ലക്ഷ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അന്വേഷിക്കണം. വീഴ്ച പറ്റിയതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും നോക്കൂ, ഇതിൽ പിടിയിലായിരിക്കുന്നവർ മുഴുവൻ ഗൂഢാലോചന നടത്തിയതും ചാവേറായി പൊട്ടിത്തെറിച്ചതുമെല്ലാം ഡോക്ടർമാരാണ്. നമ്മുടെ സമൂഹത്തിൽ
നമുക്ക് തന്നെ സംശയിക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ഇത്തരം തീവ്രവാദിയാണ്, അവൻ ഏത് സമയത്തും പൊട്ടിത്തെറിക്കും, അവൻ മതം തിന്ന് ജീവിക്കുന്ന ആളാണ്, അവനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത്തരം പ്രതിസന്ധികളുണ്ട്. എന്തായാലും അത്തരം പ്രതിസന്ധികൾക്കിടയിലും കൂട്ടാളികളെ പിടികൂടിയപ്പോഴാണ് ഈ മുസ്ലിം തീവ്രവാദി ചാന്ദിനി ചൗക്കിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നത്. കാരണം ഇത് കൃത്യമാണ്, ഇപ്പോൾ വിവരങ്ങൾ കൃത്യമാണ്. ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളെ, ഈ തീവ്രവാദികളുടെ കൂട്ടാളികളെ പിടികൂടിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കാറുമായി ഹരിയാനയിൽ നിന്നും ഡൽഹിയിലെത്തി അവിടെ ഒരു ചാവേറായി പ്രവർത്തിച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നോക്കൂ, ഇതിൽ കുറച്ചു മുൻപ് ഒരു വാർത്ത വരുന്നത് കൊണ്ടു ഇതിൽ ഇപ്പോൾ പിടിയിലായ ഒരു തീവ്രവാദി, ഒരു ഡോക്ടർ, അദ്ദേഹം അധ്യാപകനാണ്. ആ അധ്യാപകൻ തന്റെ ഈ തീവ്രവാദ ചിന്താഗതി എത്രത്തോളം വിദ്യാർത്ഥികളിൽ കുത്തിവെച്ചിട്ടുണ്ട്, എത്രത്തോളം ഇദ്ദേഹവുമായി ഇടപെട്ടവരിൽ കുത്തിവെച്ചിട്ടുണ്ട്, ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുമോ എന്നെല്ലാം കൃത്യമായി അന്വേഷണം നടത്തണം. ഇതെല്ലാം വലിയ രീതിയിൽ ആശങ്കയുള്ള കാര്യമാണ്. ഈ ആശങ്കകൾ പരിഹരിക്കാൻ അടിയന്തരമായി തന്നെ ഇടപെടണം. പക്ഷേ നാം എന്തെല്ലാം പറഞ്ഞാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ? കാരണം അന്വേഷണ സംഘം ഇത് ക്യാൻസർ പോലെ അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അവസാനിപ്പിക്കാൻ പൊതുസമൂഹം രംഗത്ത് വന്നാലേ കഴിയുകയുള്ളൂ, മതസംഘടനകൾ രംഗത്ത് വന്നാലേ കഴിയുകയുള്ളൂ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മതസംഘടനകൾ, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതസംഘടനകൾ എപ്പോഴും മൗനത്തിലായിരിക്കും. അവർക്ക് എന്തുകൊണ്ട് ഇതിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല? കാരണം അവർ ചിന്തിക്കേണ്ടത്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളും ഇതുപോലെ പോയാൽ എന്തു ചെയ്യും? ഇതുപോലെ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. സ്വാർത്ഥമായ സ്വന്തം താല്പര്യങ്ങൾക്ക്, ഈ മതമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, പാകിസ്ഥാനിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടാനുകോടി ഈ പണമൊഴുക്കിയാണ് ഇത്തരം ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ അവർ വിലക്കെടുക്കുന്നത്. അതുകൊണ്ട് ഈ മതം മാത്രമല്ല, ഇന്ത്യയെ തകർക്കുക, സ്വന്തം മണ്ണിനെ തകർക്കുക എന്നത് തന്നെയാണ് ഇത്തരം വിദേശ രാജ്യങ്ങളുടെ ലക്ഷ്യം. ഇത്തരം വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ആ വിദേശ രാജ്യങ്ങൾ ഈ പണവും അതോടൊപ്പം തന്നെ മതവും കൂട്ടിക്കലർത്തിയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നത്, ഈ മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതിനിടയിൽ തന്നെ എങ്ങനെ അതിനെ വെള്ളപൂശാമെന്ന ചിന്തയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പില്ലാത്ത ഏത് കാലഘട്ടമാണുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുന്നു. അതിനിടയ്ക്ക് തന്നെ എത്ര തെരഞ്ഞെടുപ്പുകൾ വന്നു? ഹരിയാന വന്നില്ലേ, മഹാരാഷ്ട്ര വന്നില്ലേ, ഡൽഹി, ഇതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയുള്ളത് ബീഹാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തീരുമോ? ബീഹാറിൽ ഈ മാസം തെരഞ്ഞെടുപ്പാണെങ്കിൽ അടുത്ത മാസം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. അത് കഴിയുമ്പോൾ തന്നെ അടുത്ത് കേരളത്തിലും ആസാമിലും തമിഴ്നാട്ടിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തുടർച്ചയായി തന്നെ ഇലക്ഷനുകളില്ലേ? അപ്പോൾ ഇതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ഷൻ വരുമ്പോൾ ചില സംഘപരിവാർ അത്തരം സംഭവങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് നിങ്ങൾ അങ്ങനെ വെള്ളപൂശുന്നത് ആരെയാണ്? ഈ തീവ്രവാദികളല്ലേ നിങ്ങൾ വെള്ളപൂശിയല്ലേ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരക്കാരെ ചിലർ ചെയ്തു എന്ന് പറയുമ്പോൾ പിടിയിലാകുന്നത് ഏതാണ്? നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണല്ലോ, ഡോക്ടർമാരല്ലേ, വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാരാണല്ലോ ചാവേറായി പൊട്ടിത്തെറിച്ചത് ഡൽഹിയിൽ. അതിലെന്തായാലും കൃത്യമായ ഒരു അന്വേഷണം തന്നെ വേണം. ഇതിലെ എല്ലാ പ്രതികളെയും പിടികൂടിയാൽ മാത്രമേ ഈ ഇരകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ.